ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ ചെറിയൊരു സെറ്റിങ്സ് ആണ്. ഇപ്പോൾ വാട്സപ്പിൽ നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് കാണിക്കാം. ഓക്കെ, വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു ചാറ്റ് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇമേജ് ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അത് പണ്ടൊക്കെ നമ്മൾ ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും സെൻഡ് ചെയ്തിട്ടുണ്ടാവുക, HD ക്വാളിറ്റിയിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ HD എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ HD സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡിൽ നിന്ന് മാറ്റിയിട്ട് HD ക്വാളിറ്റിയിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇമേജസ് ഇങ്ങനെ സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് HD ആക്കിയിട്ടല്ല, സാധാരണ രീതിയിൽ തന്നെയാണ് സെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടൈമിലും ഇങ്ങനെ ഒരുപാട് ഇമേജസൊക്കെ അയക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അതിങ്ങനെ സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്ത് അങ്ങനെ മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു വഴിയെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് പിക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും അത് HD ക്വാളിറ്റിയോട് കൂടി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വാട്സപ്പിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിലിങ്ങനെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുണ്ടോ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലിവിടെ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് സ്റ്റാൻഡേർഡിലായിരിക്കും കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ HD മാറ്റി കൊടുത്തിട്ട് ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ HD ക്വാളിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ചാറ്റ് എടുത്തിട്ട് അത് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ വീണ്ടും ഇവിടെ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇമേജ് കണ്ടോ, സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി HD എന്നുള്ള അവിടെയാണ് അത് ടിക്കായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോൾ ഏത് പിക്ക് അയക്കുകയാണെങ്കിലും ഇവിടെ ഡിഫോൾട്ടായിട്ട് HD ടിക്കായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ സെറ്റിങ്സ് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിക്ക് അയക്കുമ്പോൾ നേരെ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ട്രിക്ക് ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് ട്രിക്കും അതുപോലെ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതുപോലത്തെ കിട്ടില്ല വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.